ഒരാഴ്ചയ്ക്ക് മേൽ നീണ്ടുനിന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ദീർഘകാല CPM നേതാവുമായ ജി സുധാകരൻ പാർട്ടി അംഗത്വം രാജിവെച്ചു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് തന്റെ തീരുമാനമെന്നും അദ്ദേഹം ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ജി സുധാകരന്റെ ഈ തീരുമാനം പാർട്ടി കേന്ദ്രങ്ങളിൽ ഇളക്കമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. UDF, കോൺഗ്രസ്, BJP ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണികളുടെയും പാർട്ടികളുടെയും പിന്തുണ തേടാൻ ശ്രമിച്ചിട്ടില്ല എന്നും ആരുമായും ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നുമാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. ആരെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചാൽ അതിന്റെ രാഷ്ട്രീയ പ്രസക്തിയും ഗുണദോഷങ്ങളും വിലയിരുത്തിയ ശേഷം മാത്രമേ പ്രതികരണം ഉണ്ടാകൂ എന്നും അദ്ദേഹം പറയുന്നു. പാർട്ടി നേതൃത്വത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാതെ ഇരിക്കാനാണ് CPM അംഗത്വം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ ദ്രോഹിക്കുന്ന നിലപാട് തനിക്കില്ല എന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ CPM-ന് എതിരെ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ആക്രമണം നടത്തില്ല എന്നും അദ്ദേഹം ഉറപ്പു നൽകി. അമ്പലപ്പുഴ മണ്ഡലത്തിന് പുറത്തേക്ക് പ്രചരണത്തിനായി പോകില്ല എന്നും മറ്റു മണ്ഡലങ്ങളിൽ പ്രസംഗിക്കുകയോ പഞ്ചായത്ത് തല കൺവെൻഷനുകൾ സംഘടിപ്പിക്കുകയോ ചെയ്യില്ല എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. തന്റെ പേരിൽ ചുവരെഴുത്തുകൾ പോലും നടത്തരുതെന്ന് പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരും നിർബന്ധിച്ച് പാർട്ടിയിൽ ചേർത്ത ആളല്ല താൻ. ജീവിതത്തിലെ എളുപ്പവഴികളിലൂടെ വന്നതുമല്ല. അടിയന്തര അവസ്ഥ കാലത്ത് പോലും അതിനുശേഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ ക്രൂരമായ മർദ്ദനങ്ങളും ആക്രമണങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതെല്ലാം സഹിച്ചാണ് ഈ രാഷ്ട്രീയത്തിൽ നിലനിന്നത്. ഇന്നും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നും വർഗീയതയോടോ മത രാഷ്ട്രീയത്തോടോ ഒരിക്കലും യോജിപ്പില്ല എന്നും സുധാകരൻ വ്യക്തമാക്കി. അഴിമതിക്കെതിരായി തന്റെ പോരാട്ടം തുടരുകയും സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരുടെ പക്ഷത്ത് നിലകൊള്ളുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ വ്യക്തിപരമായി അപമാനിക്കാൻ ചിലർ ശ്രമിച്ചതായും സുധാകരൻ ആരോപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ക്രിമിനലുകളെ ഉപയോഗിച്ച് തന്നെ അവഹേളിക്കാൻ ശ്രമിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകിയ എന്റെ അച്ഛനെ പോലും അപമാനിച്ചു. ഇത് രാഷ്ട്രീയ സംസ്കാരമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വ്യക്തിപരമായ ആക്രമണങ്ങൾക്ക് പകരം രാഷ്ട്രീയമായ ആശയങ്ങളും വാദങ്ങളും അടിസ്ഥാനമാക്കി തന്നെ നേരിടേണ്ടതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വർഗസമര സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയുധമാകേണ്ടതെന്നും വ്യക്തിപരമായ വിമർശനങ്ങളിലൂടെ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നു. ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടരുകയാണെങ്കിൽ പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും എന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ എന്നും അത് വായിച്ചു മനസ്സിലാക്കാതെ ഉപേക്ഷിച്ചാൽ പാർട്ടിയുടെ ദിശ തെറ്റുമെന്നും അദ്ദേഹം വിമർശിച്ചു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ സംബന്ധിച്ച് പാർട്ടി ഗൗരവമായ ആത്മപരിശോധന നടത്തേണ്ടതുണ്ടെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. വ്യക്തിപരമായ ആക്രമണങ്ങൾ തുടർന്നാൽ ശക്തമായി പ്രതികരിക്കുമെന്നും വിമർശനങ്ങൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. തന്നെ വീണ്ടും മത്സരിക്കാൻ ശ്രമിക്കുന്നത് ചിലർ ചോദ്യം ചെയ്യുന്നു എന്നും MLA-യും മന്ത്രിയുമായിരുന്ന ഒരാൾക്ക് ഇനി എന്താണ് വേണ്ടതെന്ന രീതിയിൽ ചിലർ സംസാരിക്കുന്നുണ്ടെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ അത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ രീതിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ലെനിൻ മരിക്കുന്നതുവരെ റഷ്യയുടെ നേതാവായിരുന്നു. സ്റ്റാലിൻ, മാവോ സേതുങ്, ഫിഡൽ കാസ്ട്രോ തുടങ്ങിയവർ ദീർഘകാലം അധികാരത്തിലിരുന്നവരാണ്. ഇന്ത്യയിൽ AKG മരിക്കുന്നതുവരെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. അവരോടാരും സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തോമസ് ഐസക്കും AM ആരിഫും പോലുള്ള നേതാക്കൾ പലതവണ മത്സരിക്കുമ്പോൾ അതിനെതിരെ ആർക്കും പ്രശ്നമില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഭൂരിപക്ഷം കുറഞ്ഞതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് തെറ്റാണെന്നും സുധാകരൻ ആരോപിച്ചിട്ടുണ്ട്. അന്വേഷണത്തിനായി നിയോഗിക്കപ്പെട്ട എളമരം കരീം നൽകിയ റിപ്പോർട്ട് യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 25 പേജുകളിലായി വിശദീകരണങ്ങൾ നൽകിയിരുന്നു. എന്നാൽ അത് വായിച്ചില്ല. എന്റെ വാദങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല എന്നും സുധാകരൻ ആരോപിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള അംഗങ്ങൾ ഒഴികെ മറ്റാരും തന്റെ വാദങ്ങളെ പിന്തുണച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കരീം എന്തടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ചോദ്യം ചെയ്ത അദ്ദേഹം അത് കള്ള റിപ്പോർട്ടാണെന്ന് ആരോപിച്ചു. ഇതിനിടെ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ CPM നേതൃത്വവും തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിക്കാനുള്ള ആലോചന പാർട്ടിയിൽ ചർച്ചയിലുണ്ടെന്നാണ് വിവരം. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം തടയുന്നതിനോ അല്ലെങ്കിൽ അതിനെ നേരിടുന്നതിനോ വേണ്ടിയാണ് ഈ നീക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിലവിലെ സിറ്റിംഗ് MLA ആയ H. സലാം വീണ്ടും മത്സരിക്കണമെന്നതാണ് CPM-ലെ പൊതുവായ നിലപാട്.
എന്നാൽ സുധാകരൻ മത്സരിക്കാൻ തീരുമാനിച്ചാൽ ആ തീരുമാനം പുനഃപരിശോധിക്കാനുള്ള സാധ്യതയും പാർട്ടി പരിശോധിക്കുന്നതായി സൂചനയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അരുൺകുമാറിന് അവസരം ലഭിക്കാം എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ച. ഇതിനിടെ സുധാകരൻ മത്സരരംഗത്തിറങ്ങിയാൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ UDF തയ്യാറാകുമെന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട്. ദീർഘകാലം MLAയും മന്ത്രിയുമായി പ്രവർത്തിച്ച സുധാകരന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗപ്പെടുത്തി ആലപ്പുഴ ജില്ലയിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം മുന്നണികൾക്കിടയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യവും രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി അതീവ ശ്രദ്ധേയമായ പോരാട്ടമായി മാറാനാണ് സാധ്യത. CPM-ൽ നിന്ന് പുറത്തു വന്നിട്ടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്ന സുധാകരന്റെ നിലപാട്, പാർട്ടി നേതൃത്വത്തിന്റെ പ്രതികരണം, മറ്റു മുന്നണികളുടെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ എന്നിവയെല്ലാം കൂടി ഈ മണ്ഡലത്തെ കേരള രാഷ്ട്രീയത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം ആക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.